സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 8, 2, 3 തിരുവചനങ്ങൾ. ഒരു കുഷ്ഠരോഗി വന്ന് യേശുവിനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. യേശു കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗം നാം വായിച്ചാൽ, മനുഷ്യരൂപത്തിൽ ദൈവപുത്രനായ ക്രിസ്തുനാഥൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പരസ്യ ശുശ്രൂഷയിൽ പ്രവർത്തിച്ച ഒരു രോഗശാന്തി ആണ് നാം കേൾക്കുവാനിടയായത്. ഇതുപോലെയുള്ള ആയിരക്കണക്കിന് രോഗശാന്തികളെ അഥവാ യേശു പ്രവർത്തിച്ച അത്ഭുത രോഗശാന്തി ശുശ്രൂഷകളെ 4 സുവിശേഷങ്ങളിലായി ബൈബിളിൽ കാണാം. ഇവിടെ നാം ഈ വായിച്ചു കേട്ട വേദഭാഗത്തുള്ള രോഗശാന്തി യേശു നൽകിയത് ഒരു കുഷ്ഠരോഗിക്കായിരുന്നു. അക്കാലത്ത് കുഷ്ഠരോഗികൾക്ക് ഒരിക്കലും സൗഖ്യം പ്രാപിക്കുവാൻ അവസരമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അന്ന് കുഷ്ഠരോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചിരുന്നില്ല. കുഷ്ഠരോഗം ഒരു ശപിക്കപ്പെട്ട രോഗമാണ്. അന്ന് ജീവിച്ചിരുന്ന ജനങ്ങൾ കുഷ്ഠരോഗിയെ കണ്ടിരുന്നത് ശപിക്കപ്പെട്ടവനായിട്ടാണ്. യഥാർത്ഥത്തിൽ ഇന്ന് കുഷ്ഠരോഗി ശപിക്കപ്പെട്ടവനല്ല. മറ്റേതൊരു രോഗത്തെയും പോലെയാണ് നാം കുഷ്ഠരോഗത്തെ കാണുന്നത്. എന്നാൽ അന്ന് ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ജനങ്ങളെല്ലാം കുഷ്ഠരോഗം ദൈവത്താൽ ശപിക്കപ്പെട്ടവർക്ക് വരുന്ന ഒരു മാരക രോഗമായി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ കുഷ്ഠരോഗിയെ ആരും സമീപിക്കാറില്ല. ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും അവരിൽ നിന്നും അകന്നു കഴിഞ്ഞിരുന്നു. കുഷ്ഠരോഗം വന്നാൽ അത് പുരോഹിതൻ പരിശോധിക്കണമായിരുന്നു. പുരോഹിതൻ പരിശോധിച്ച് ഒരു വ്യക്തിക്ക് കുഷ്ഠരോഗം വന്നു എന്ന് സ്ഥിരീകരിച്ചാൽ അവൻ ഭവനത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെടും. അഥവാ അവൻ പാളയത്തിന് പുറത്താണ്. ഇങ്ങനെ കുഷ്ഠരോഗം പിടിച്ചവർ ശാപഗ്രസ്തരും പുറന്തള്ളപ്പെട്ടവരും ആയിക്കഴിഞ്ഞിരുന്നു. കുഷ്ഠരോഗിയെ ആരും തൊടാറില്ല. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് യേശു ഒരു കുഷ്ഠരോഗിയെ കാണുന്നത്. ആ കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വരികയായിരുന്നു. യേശുവിനെ വന്ന് ആദ്യമായി ആരാധിക്കുകയാണ്, അഥവാ നമസ്കരിക്കുകയാണ്. പിന്നെ യേശുവിനോട് അപേക്ഷിക്കുന്നത്, കർത്താവേ, അഥവാ ദൈവമേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ, സൗഖ്യമാക്കുവാൻ കഴിയുമെന്നാണ്. യേശു അവനോട് ആദ്യം
ഒന്നും പറയുന്നില്ല. ഇത് കേട്ട യേശു തൻ്റെ കരം നീട്ടി അവനെ തൊടുകയാണ്. പിന്നീടാണ് പറയുന്നത്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുകയെന്ന്. ഉടനെ അവൻ കുഷ്ഠരോഗത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുകയാണ്. ഇത് ക്ഷണത്തിൽ സംഭവിച്ചതാണ്. അതെ, ദൈവം തൊട്ടാൽ, യേശു തൊട്ടാൽ അത്ഭുത രോഗശാന്തി ക്ഷണത്തിൽ ലഭിക്കും. കർത്താവിൻ്റെ ഒരു കരസ്പർശനത്തിനായി ഈ കുഷ്ഠരോഗിയെപ്പോലെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടും.